സ്പേസ് ഡോക്കിംഗ് പരീക്ഷണവുമായി ISRO മുന്നോട്ട്. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 230 മീറ്ററായി കുറച്ചു. ISROയെ സംബന്ധിച്ച് അടുത്ത ഘട്ടം നിർണായകമാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ISROയുടെ വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ സാധ്യമാകുന്നത്. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണവുമായി ISRO മുന്നോട്ട് പോകുന്നു. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 230 മീറ്ററായി കുറയ്ക്കാൻ സാധിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 230 മീറ്ററായി കുറച്ചത് അല്പസമയം മുമ്പാണ് ISRO സ്ഥിരീകരിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെ 500 മീറ്ററായി കുറച്ചിരുന്നു ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള. അതായത് നമുക്കറിയാവുന്നതാണ്, പരീക്ഷണത്തിൽ 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഒന്ന് ടാർഗറ്റും അതുപോലെ തന്നെ ചേസുമാണ്. ഈ ചേസർ ടാർഗറ്റിൽ ഉറപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഡോക്കിംഗ് പറയുന്നത്. ഈ ഡോക്കിങ്ങിന്റെ ഭാഗമായി നേരത്തെ 20 കിലോമീറ്ററിൽ ഉണ്ടായിരുന്ന ഉപഗ്രഹങ്ങളെ അടുത്തുകൊണ്ടുവന്ന് 1.5 കിലോമീറ്ററിൽ ഇന്നലെ എത്തിച്ചിരുന്നു. ഇന്ന് വീണ്ടും അത് 500 മണിക്കൂർ മുമ്പ് അത് 230 മീറ്റർ ആക്കി. അതായത് വളരെ സാറ്റലൈറ്റ് അതുകൊണ്ട് തന്നെ അതിനിടയില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അതേസമയം ഡോക്കിംഗ് ലഭ്യമായിട്ടില്ല. ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ISRO നൽകുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 2 തവണ തീയതിയാണ് വിക്ഷേപണ സമയത്ത് ഡോക്കിംഗ് തീരുമാനിച്ചത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം 9-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. 9-ാം തീയതി വീണ്ടും ഈ പ്രൊപ്പൽഷനിലെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം ഉദ്ദേശിച്ചതിൽ കൂടുതൽ സാറ്റലൈറ്റ് മുന്നോട്ട് പോവുകയും ചേസർ മുന്നോട്ട് പോവുകയും അത് ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്ന് വീണ്ടും ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെച്ചിരുന്നു. പരീക്ഷണത്തിൽ സാറ്റലൈറ്റുകൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നത്, അതായത് 230 മീറ്റർ അടുത്ത്, അതായത് ഈ ഡോക്കിംഗ് പ്രോസസ് മുന്നോടിയായുള്ള ഏറ്റവും കുറഞ്ഞ അകലത്തിലേക്ക് 2 സാറ്റലൈറ്റുകളെയും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു എന്നാണ് ISRO അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഡോക്കിംഗ് നടക്കും. ചരിത്ര പ്രധാനമായ ആ ഡോക്കിങ്ങിനെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണവുമായി ISRO മുന്നോട്ട് പോകുന്നു. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 230 മീറ്ററായി കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നു. ISROയെ സംബന്ധിച്ച് അടുത്ത ഘട്ടം വളരെ നിർണായകവുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.